ബേസിക്കലി ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ദൈവത്തെ പ്രാർത്ഥിക്കുന്നതും നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നതും എല്ലാം നമുക്ക് എനർജി ലഭിക്കാനാണ്. ആക്ച്വലി നമ്മുടെ ശരീരത്തിന് ആ എനർജിയുടെ ആവശ്യമില്ല. പക്ഷേ ഈ എനർജി മറ്റൊന്നിലോട്ടോ പോകുന്നുണ്ട്. ആ എനർജി നമ്മുടെയൊക്കെ സംഭരിക്കുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന സോളാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും നമ്മുടെ ഉള്ളിലിരിക്കുന്ന മറ്റെന്തോ ഒന്നിനു വേണ്ടിയിട്ടാണ്. ആ ഒന്നിൽ നിന്നാണ് ഈ പറയുന്ന പോസിറ്റീവ് ഊർജ്ജം ഡെവലപ്പ് ആവുന്നത്. ഈ പോസിറ്റീവ് ഊർജ്ജത്തിൽ ഒരുപാട് ഡേറ്റാബേസ് ഉണ്ട്. അതായത് ഇങ്ങനെ മനസ്സിലാക്കുക, നമ്മളിപ്പോൾ വളരെ നെഗറ്റീവായിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അമ്പലങ്ങളിലോ പള്ളിയിലോ പോയിരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്നൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. ആക്ച്വലി നമുക്കൊരു ഫീലിങ്സ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഫീലിങ്സ് കിട്ടുന്നുണ്ട്. ഈ ഫീലിങ്സ് അടുത്ത ഘട്ടത്തിൽ ഒരു ഡേറ്റ ആയിട്ട് മാറുന്നുണ്ട്. ആ ഡേറ്റ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നിൻ്റെ കൂടെ ഞാനുണ്ട്, നീ സങ്കടപ്പെടേണ്ട, നീ വിഷമിക്കേണ്ട, നിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും തുടങ്ങിയിട്ടുള്ള ഒരു പോസിറ്റീവ് ഡേറ്റയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലങ്ങളും പള്ളികളും എപ്പോഴും ഒരു എനർജി ഡെവലപ്പ് ചെയ്യുന്ന പോയിന്റുകളാണ്. ഈ പോയിന്റുകളിൽ ഈ പറയുന്ന പോസിറ്റീവ് ഊർജ്ജമാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. നമ്മുടെ ഉള്ളിൽ പോസിറ്റീവായ ഊർജ്ജം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ ഡിപ്പെൻഡ് ആവുന്നത്. അല്ലെങ്കിൽ പള്ളികളും അമ്പലങ്ങളും അവിടെ മാത്രമല്ല ദൈവങ്ങളിരിക്കുന്നത് നമ്മുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം നമ്മുടെ കൂടെ ഉള്ളതിന് നമുക്ക് വിശ്വാസമില്ല, നമുക്ക് ചുറ്റുമുള്ളതിന് നമുക്ക് വിശ്വാസമില്ല. നമ്മൾ ഡിപ്പെൻഡ് ആവുന്നത് ഈ അമ്പലങ്ങളിലും പള്ളികളിലും ഇരിക്കുന്ന ദൈവത്തെ അല്ലെങ്കിൽ പ്രതിമകളിലാണ് നമ്മൾ ഡിപ്പെൻഡ് ആവുന്നത്. അപ്പോൾ ആ ഊർജ്ജം അവിടെ നിന്ന് നമ്മൾ സ്വീകരിക്കുക ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസിറ്റീവായ ഊർജ്ജത്തിൽ ഒരുപാട് ഡേറ്റാബേസ് ഉണ്ട്. ഈ ഡേറ്റ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കോൺഫിഡൻസിനെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഡേറ്റയാണ്. ഇതൊരു എനർജി ഫ്രീക്വൻസിയാണ്. മൈൻഡ് ആണെങ്കിൽ ആ മൈൻഡിൽ ഒരു കാര്യം ചിന്തിക്കണ്ടേ? നമ്മൾ എങ്ങനെയാണ് അമ്പലത്തിൽ പോയിട്ട് നമ്മൾ വേറെ വൃത്തിയായിട്ട് കാര്യങ്ങളൊന്നും ചിന്തിക്കില്ലല്ലോ, വേറെ നെഗറ്റീവ് കാര്യങ്ങളൊന്നും ചിന്തിക്കില്ലല്ലോ. പള്ളിയിൽ പോയിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ടുള്ള പോസിറ്റീവായ കാര്യങ്ങളാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം ഒരു എക്സാം എഴുതാൻ വേണ്ടി പോകാം, നമുക്ക് ഭയങ്കര ടെൻഷനാണ്. നമ്മളൊരു പള്ളിയിലോ അമ്പലത്തിലോ പോയി ഒരു നേർച്ചയിടുകയോ ഭഗവാനെ കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു ചൈതന്യം നമ്മുടെ കൂടെ ഉണ്ടെന്നും നമ്മുടെ കോൺഫിഡൻസിന് അത് ബൂസ്റ്റ് ആവുന്നതും നമുക്കൊരു തോന്നൽ വരുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ കോൺഫിഡൻസ് തന്നെയാണ്. ഈ കോൺഫിഡൻസിന് കിട്ടുന്നൊരു എനർജി ഉണ്ട്, ആ എനർജിയാണ്. പക്ഷെ ഇവിടെ നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു പറ്റെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എനർജിനെ സ്വീകരിക്കാനോ ഈ എനർജിനെ കൃത്യമായിട്ട് നമുക്ക് കൺവെർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വിജയം വരുത്താനോ നമ്മുടെ ശരീരം ഓക്കെ അല്ല. ഓക്കെ, നമ്മുടെ ശരീരം പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് അല്ലാത്ത ഒരു ശരീരവും ഒരു മൈൻഡ് സെറ്റും കൊണ്ടാണ് നമ്മൾ ഇത്തരം സ്ഥലങ്ങളിലോട്ട് പോകുന്നത്.